ഞങ്ങളുടെ മോനാണ്. ഈ ഒരു മോന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞങ്ങളെ കയ്യിൽ സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത്. ഞങ്ങളൊരവസ്ഥ എങ്ങനെയാണ്, ഈ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. നല്ല മോനായി തന്നതാണ്, നീ ഒരവസ്ഥയിലായതാണ്. ഈ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നല്ല ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മേയത്തൂരുള്ള ഫാബിസ് മോൻ്റെ അടുത്താട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഫാബിസ് മോന് ഉമ്മ പാല് കൊടുക്കണേ കണ്ടു, അതുപോലെ മരുന്നും കൊടുക്കണേ കണ്ടിട്ടോ. ഞാനത് കണ്ടിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് പോയി. നമ്മളൊക്കെ മക്കളാണ്, നമ്മളൊക്കെ പാല് കുടിച്ച് വളർന്ന മോനാണ്. ഇന്ന് ഉമ്മ ഫാബിസ് മോന് പാല് കൊടുക്കാണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ഞൊന്ന് പൊട്ടിപ്പോയി. ഒരു പൈപ്പിലൂടെ പാലിങ്ങനെ കൊടുത്തു. ഞാൻ ഉമ്മാട് ചോദിച്ചു, എന്നും ഇങ്ങനെ തന്നെയാണോ മോനക്ക് ഇങ്ങനെ പാല് കൊടുക്കാറെന്ന്. 6 വയസ്സായി അവനക്ക്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കൊടുക്കാറ്. മരുന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവനക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ എത്രമാത്രം അനുഭവിക്കുന്നുണ്ടാവും ഈ ഉപ്പി ഉമ്മി. ഈ ഫാബിസ് മോൻ്റെ ഒരു വീഡിയോ വരുമ്പോഴത്തേന് എത്രമാത്രം പരിഹാസങ്ങളാണെന്നറിയോ. കുറേ കൊല്ലമായല്ലോ, കുറേ കാലമായല്ലോ എന്നൊക്കെ കേൾക്കണ് കമൻറ്റിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വരും. ഞാനെന്താ പറയുക അറിയോ, അൽഹംദുലില്ലാ പറയണം. ഈ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ അള്ളാഹ്ക്ക് സ്തുതി ആദ്യം പറയേണ്ടത്. ഇങ്ങനൊരു മോനെ നമ്മുടെ വീട്ടിൽ തന്നില്ലല്ലോ, അതാണ് എല്ലാവരും പറയേണ്ടത്. നിങ്ങളൊക്കെ ഈ പരിഹസിക്കുന്നവർ കളിയാക്കണ ഞാൻ എന്താ പറഞ്ഞറിയോ, ഒരു 10 മിനിറ്റ് ഈ പൊന്നുമോൻ്റെ മുഖത്തൊന്ന് അടുത്തൊന്ന് വന്നിരിക്കണം നിങ്ങൾ. എന്നിട്ട് അവനോടൊന്ന് ജസ്റ്റ് അവൻ്റെ അടുത്ത് ഇരുന്നാൽ മതി. എന്നിട്ട് നമ്മളെ മക്കളൊന്ന് താരതമ്യം ചെയ്താൽ മതി. എത്രമാത്രം അനുഭവിക്കുന്നുണ്ടാവും. ഇത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഉമ്മമാരോടും ഇക്കാക്കന്മാരോടും എല്ലാവരോടും എനിക്ക് എന്താ പറയാനുള്ളത് അറിയാം. നിങ്ങളൊരു 100 രൂപ ഈ മോനിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സക്കാത്തിനും സദക്കക്കൊക്കെ അർഹതപ്പെട്ടാൽ നിങ്ങൾക്ക് 100% കൊടുക്കുക. നെഞ്ഞത്ത് കൈവച്ച് ഞാൻ പറയാണ്, അത് അനാവശ്യമായി പോവില്ല. ഈ മോൻ്റെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മോനക്ക് നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാണ് ഇന്ന് ഈ മോൻ ഇങ്ങനെ ജീവിച്ചിരിക്കണേ. അവൻ്റെ ഓരോ കളിയും ചിരിയും ഒക്കെ ഈ ഉപ്പാക്കുമ്മാക്കും കാണണ്ടേ. നിങ്ങളൊന്ന് സഹായിക്കോ. ഈ റമദാൻ മാസത്തിന് സാക്ഷിയെടുത്ത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപയാണെങ്കിൽ 100 രൂപ കൊടുത്തൊന്ന് സഹായിക്കോ. ഈ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പയും പോലെ കണ്ടിട്ട് നമ്മുടെ ഒരു മോനാണ് ഫാബിസ് മോൻ എന്ന് കണ്ട് നിങ്ങൾ സഹായിക്കോ. അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങളുടെ മോനാണ്. 6-ാം മാസത്തിൽ കാർഡിയാക് അറസ്റ്റ് വന്നതാണ്. അവിടുന്ന് എല്ലാ അവയവങ്ങളും ഡാമേജായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷമാണ് ഈ ഒരവസ്ഥയിൽ ഓനെ ഞങ്ങൾക്ക് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഫാബിസ് മോൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ട് എന്നെ ഇതാക്കാറുണ്ട്. ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ, ഒരു മണിക്കൂർ നേരത്തിന് ഈ പൊന്നുമോനെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? അവൻ്റെ നിഷ്കളങ്കരായ മുഖം നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഈ മുഖം ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ? നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചതും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചിലവാക്കുന്ന പൈസ ഉണ്ടാവില്ല, ഒരു 10 രൂപയിലും കൊടുത്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ പൊന്നുമോനെ ഒന്ന് സഹായിക്കുമോ? നിങ്ങൾ തന്നെയാണ് സഹായിച്ചത്, നിങ്ങളോട് തന്നെയാണ് വീണ്ടും 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 ചോദിക്കുന്നത്. വേറെ ആരും പുതുതായിട്ട് ആരും സഹായിക്കാനില്ല, സഹായിച്ചവർ തന്നെയാണ്. നിങ്ങളൊക്കെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ 6 വയസ്സായി ഫാബിസ് മോന്. ഈ മോൻ ഇന്നിങ്ങനെ ജീവിച്ചിരിക്കേണ്ടത്, ഈ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മടിയിൽ ഈ മോനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരെ ഈ കാരുണ്യവാനായ ഒരുപാട് മനുഷ്യരാണ്. ഈ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ആൾക്കാർ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഈ പൊന്നുമോനെ ഒന്ന് സഹായിക്കുമോ? നമ്മളെ മോനെ പോലെ കണ്ടിട്ട് അവനൊന്ന് സഹായിക്കുക. നിങ്ങളെ കൊണ്ട് ഉള്ളത് പോലെ ഒന്ന് സഹായിക്കുമോ?